വിഷമിച്ചും ഒരു നാണം കെട്ടും നിൽക്കേണ്ടി വരുന്നത് ഒരു മദ്യപാനിയുടെ ഭാര്യയും മക്കളുമായിരിക്കുള്ളൂ. തന്നെ രക്ഷിക്കാൻ ഒരാളിനെ ലോകത്തിൽ സാധിക്കുള്ളൂ. അതാരാണ്? താൻ തന്നെ. സമൂഹത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിലയും ഒരു മദ്യപാനിക്കുള്ളതിനേക്കാളും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവരത് അറിയുന്നില്ല മദ്യപിച്ചു കഴിഞ്ഞാല്. പക്ഷെ ഇതെല്ലാം നമ്മളാണ് അവിടെ സഫർ ചെയ്ത്, നമ്മളാണ് കണ്ട്. ഓരോ പ്രാവശ്യവും മദ്യപിക്കുന്നത് തലച്ചോറിന്റെ ഓരോ ഭാഗത്ത് ചെറിയൊരു പൊള്ളലേൽക്കുന്നത് പോലെയാണ്. ഈ ആത്മഹത്യ ഇത് നമുക്കുണ്ട്. ശരിക്കും എൻ്റെ ഉപദ്രവം കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ ഡോക്ടറുടെ എത്തിച്ചത്. നമസ്കാരം. ഓൾ ഇൻ വൺ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ആഴ്ച നമ്മളോടൊപ്പം ഉള്ളത് നിരന്തരമായ മദ്യപാനത്തിൽ നിന്ന് തിരിച്ചു വരികയും ജീവിതത്തിലേക്ക് നടന്നു കയറുകയും ചെയ്ത ശ്രീ അഗസ്ത്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യ നിത്യയുമാണ്. നമസ്കാരം. നമസ്കാരം. എത്ര വർഷങ്ങളായി മദ്യപാനത്തിൽ നിന്ന് പരിപൂർണമായും വിമുക്തി നേടിയിട്ട്? ഇപ്പം ഞാനൊരു 6.5 വർഷമായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-14 വയസ്സാണ് കൂടുതൽ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയത്. കൂട്ടുകാരൊപ്പം അതാണ് സ്റ്റാർട്ടിങ്. പിന്നെ അപ്പച്ചന് കഴിക്കുമായിരുന്നു. വീട്ടിൽ നിന്നാണ് തുടക്കം. അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട്സായിട്ടായിരുന്നു കഴിച്ചുകൊണ്ടത് കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് അധികമൊന്നും നല്ല കമ്പനിയായിട്ടുള്ള കഴിയിൽ മാത്രമേ ഉണ്ടായുള്ളൂ ആദ്യ കാലഘട്ടത്തിൽ. പിന്നെ കല്യാണം കഴിഞ്ഞ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അടി തുടങ്ങി. 28 വയസ്സിലാണെന്നുകൊണ്ട് കല്യാണം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറിൻ്റെ കയ്യിൽ വന്ന് എൻ്റെ ഫാമിലിയാണ് മുൻഗണന എടുത്തത്, കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ അതുപോലെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. നാട്ടിൽ കൂട്ടുകാരായിട്ട് പ്രശ്നം, പല പല കേസുകൾ, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ദിവസം ഇടങ്ങേറായിരിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാവരോടും കൂടി അടിച്ച് പിന്നെ തല്ലിലൊക്കെ അവസാനിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ഇയാൾക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടുകാർ ഇടപെട്ട് എന്നെ ഡോക്ടറിൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. അപ്പം എനിക്ക് ഉള്ളിലുണ്ട് മാറ്റണമെന്ന്, എന്നാൽ മാറ്റാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് കഴിക്കണമെന്ന് നോക്കും, അതേ ഏതെങ്കിലും വഴിക്ക് വന്ന് ആരെങ്കിലും കൂട്ടുകാർ വരും. അപ്പോൾ അതിനകത്തോട്ട് ഇന്ന് 2 കഴിക്കാം, 2 നിൽക്കില്ല. അത് കൂടുതലായിരിക്കുള്ളൂ. അന്ന് കഴിക്കണം എന്ന് വെച്ച ദിവസം കൂടുതലായിരിക്കുള്ളൂ. കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവസാനം വരെ ഇങ്ങനെ വീണ വരെ കഴിക്കും. പിന്നെ ഞാനൊരു മരപ്പണിക്കാരനെ സ്വന്തമായിട്ട് മൊത്തം എടുത്ത് ചെയ്യുന്ന വ്യക്തിയാണ്. അത്യാവശ്യം വർക്കും ഉണ്ട്. പിന്നെ വർക്കുകളും പോകാൻ തുടങ്ങി. നമ്മുടെ മദ്യപാനം കൊണ്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. സൈറ്റിൽ ഓരോ സൈറ്റിൽ മെറ്റീരിയൽ എടുത്തിട്ട് അങ്ങനെ ഇഷ്യൂസ് വരും. ഇപ്പം മദ്യപാനം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാം ലാഭം മാത്രമേ ഉള്ളൂ, നഷ്ടമൊന്നുമില്ല. ഇപ്പം ശരിക്കും 6 വർഷമായിട്ട് നമ്മുടെ എല്ലാ ഇതും ബാധ്യതകളെല്ലാം ഒഴിവാക്കി. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആത്മഹത്യ ഇത് നമുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമ്മുടെ ഈ കാര്യം കഴിഞ്ഞ് നമ്മ തോക്കൂല. നമ്മുടെ മൈൻഡിൽ വന്നത് നമ്മ ആരുടെ മുമ്പിൽ തോക്കൂല, നമ്മ ശാലെ നോക്കുള്ളൂ. അങ്ങനത്തെ ഒരു മൈൻഡ് വരും തോക്കുമ്പോ. അഗസ്ത്യൻ പറഞ്ഞത് നന്നായിട്ട് തൊഴിൽ ചെയ്തിരുന്നു, ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അധികവും മദ്യത്തിനും വേണ്ടി ചെലവഴിക്കുകയും പിന്നെ പല കേസുകളിലൊക്കെ ചെന്നുപെടുകയും തോൽക്കാൻ തയ്യാറാവാതെ പലവട്ടം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു എന്നൊക്കെ പറഞ്ഞത്. 28 വയസ്സിലാണ് വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന് ശേഷം ഉണ്ടായ ആ വർഷങ്ങളിലുള്ള അനുഭവങ്ങളൊന്ന് പറയാമോ? ആദ്യകാലങ്ങളിൽ അധികം അങ്ങോട്ട് മദ്യപിക്കില്ലായിരുന്നു. വൈകിട്ടൊക്കെ എല്ലാ ദിവസമൊന്നുമില്ല, ശനി ഞായർ അങ്ങനെയുള്ള ടൈമുകളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങി കുറെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഡെയിലി എന്നുള്ളതായി. ഡെയിലി എന്ന് പറഞ്ഞാലും അത്ര അധികമില്ല, ലിമിറ്റ് വെച്ചിട്ട് 1 പെഗ് 2 പെഗ് അങ്ങനെ. അത് ഫ്രണ്ട്സിന്റെ ഒപ്പമാണ്. അപ്പൊ നമുക്ക് അധികം പറഞ്ഞില്ലല്ലോ, ഇവര് പിരിവിട്ട് അങ്ങനെയുള്ള രീതിയിലേ പോവുള്ളായിരുന്നു. പിന്നെ പോയി ഇതിനൊരു അഡിക്ഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡെയിലി നല്ല രീതിയിൽ മദ്യപിക്കാൻ തുടങ്ങി. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാലും പുറത്തു പോയ ഇപ്പൊ ആരെങ്കിലും ആയിട്ട് ഒരു വൈരാഗ്യം ചെറുതായിട്ട് ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആളല്ലെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനാണ്. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ള വൈരാഗ്യങ്ങൾ അങ്ങനെയൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരും. അപ്പൊ പിന്നെ നമ്മള്
പറയാൻ പാടില്ലെങ്കിലും നമ്മൾ പറയും ഇനി പുറത്തു പോയുള്ള കൂടി വേണ്ട, വീട്ടിലിരുന്ന് വേണമെങ്കിലും മദ്യപിച്ചോ എന്നുള്ളത്. അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് പോലെ ആണെങ്കിൽ പോലും പുറത്തേക്ക് പോകുന്നില്ലല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്നുള്ള ഒരു എന്താ പറയാ ഒരു ബലം നമ്മൾക്കുണ്ട്, വീട്ടിൽ തന്നെയാണല്ലോ എന്നുള്ളത്. സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിലയും ഒരു മദ്യപാനിക്കുള്ളതിനേക്കാളും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവരത് അറിയുന്നില്ല. മദ്യപിച്ചു കഴിഞ്ഞാല് അവർക്ക് വില കിട്ടുന്നില്ല എന്നുള്ളത് അവരറിയുന്നില്ല. പക്ഷെ അവരുടെ ഭാര്യമാരായിരിക്കും കൂടുതൽ അവിടെ സഫർ ചെയ്യണത്. അവർക്കായിരിക്കോള് ഒന്ന് തലപൊക്കി നിൽക്കാനോ, നമ്മളുടെ ഫാമിലിയിൽ ഫാമിലി ഫുൾ സപ്പോർട്ടാണ് നമുക്ക്. പക്ഷേ വിഷമിച്ചും ഒരു നാണം കെട്ടും നിൽക്കേണ്ടി വരുന്നത് ഒരു മദ്യപാനിയുടെ ഭാര്യയും മക്കളുമായിരിക്കുള്ളൂ. നിത്യ പറഞ്ഞത് ഒരു മദ്യപാനിയുടെ കുടുംബത്തിന് അല്ലെങ്കിൽ ഭാര്യക്കും മക്കൾക്കുമായിരിക്കും ഏറ്റവും കൂടുതൽ അപമാനം. കാരണം അവരറിയുന്നില്ല, അവരാകെ മുഴുകി നടക്കുക. അവര് കുടിച്ച് അവരെന്താ നടക്കുന്നത്, എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അവരറിയുന്നില്ല. പക്ഷെ ഇതെല്ലാം നമ്മളാണ് അവിടെ സഫർ ചെയ്ത്, നമ്മളാണ് കണ്ട്. പക്ഷെ നമ്മളെ ഫാമിലി ആരും നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും ഫാമിലിയിൽ നിന്ന് ബ്ലെയിം ഉണ്ടായിരുന്നില്ല, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കൊക്കെ ചേട്ടനെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിട്ടുള്ള ഒരാളാണ്. അപ്പോ ആ ഒരു ഇത് നമ്മളുടെ അടുത്തുണ്ട്, അവർക്ക് ആ ഒരു സപ്പോർട്ട്. ഇപ്പൊ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത്. എന്നുവെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ആളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ കുടിക്കാതിരിക്കുന്ന ടൈമിലാണെങ്കിലും നമ്മൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിൽ കൂടുതലായിട്ടായിരിക്കും ചിലപ്പോൾ മദ്യപിക്കുന്നത്. എന്തായാലും ഒരു റീസൺ ഉണ്ടാവും മദ്യപിക്കാനുള്ളത്. അപ്പൊ പറയും നീ അങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ട് മാത്രമാണ് ഞാൻ അന്ന് കൂടുതൽ മദ്യപിച്ചത് എന്നുള്ളത് വരും. ഉപദേശിക്കുന്നത് ശരിക്കും ആരെയും നമ്മള് ഉപദേശിച്ചിട്ട് കാര്യമില്ല. അവരെ ആ ടൈമിൽ അവരെ ഉപദേശം കൊണ്ട് ഒന്നും ഇവര് കൂടുതൽ അതിനൊരു കാരണം, മദ്യപിക്കാനുള്ള കാരണം കണ്ടെത്തും എന്നല്ലാതെ അവിടെ അവരെ അതിൽ നിന്ന് രക്ഷ നേടാനോ ഒന്നും അവര് നോക്കുന്നില്ല. പിന്നെ നിരന്തരമായ ഉപദേശത്തിലൂടെ ചിലപ്പോൾ രക്ഷപ്പെടുന്നവരുണ്ടാകും. ഞാൻ എന്റെ പേഴ്സണൽ ഇതാ പറയുന്നത്, എനിക്ക് അവിടെ ഉപദേശം കൊണ്ട് നേടിയെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ എല്ലാവരുടെയും കൂടി ഒരു സപ്പോർട്ട്. അപ്പോൾ ഇതുപോലെ ഫാമിലി ഭയങ്കര പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഫാമിലിയിലുള്ളവർ ഇടപെടാൻ തുടങ്ങി. അങ്ങനെയാണ്. അപ്പൊ ചേട്ടനും ഉള്ളിൽ നിർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അതിലേക്ക് എത്തിപ്പെടാനും പറ്റണില്ല. അതിനുള്ള വഴി നമ്മൾക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞങ്ങളൊരു കൗൺസിലിംഗ് സെന്ററിൽ പോയി. അപ്പൊ എല്ലാ ഫാമിലിയും വന്നായിരുന്നു. അങ്ങനെ കൗൺസിലിംഗ് സെന്ററിൽ പോയി. അങ്ങനെയാണ് ഡോക്ടറിന്റെ ഒരു ഇത് കിട്ടിയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഹോസ്പിറ്റലിന് പോകുന്നത്. അതിന് സാറിൻ്റെയും ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ആ ഒരു സപ്പോർട്ടും പിന്നെ നമ്മളുടെ ആ ഒരു ഞായറാഴ്ച കൂട്ടായ്മ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ ഏതൊരു ട്രീറ്റ്മെന്റിനാണെങ്കിലും നമ്മൾക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിലേക്ക് പോകാനുള്ള ആ ഒരു ചാൻസ് കൂടുതലാണ്. ഒരു മരുന്ന് ചെയ്യും, എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്നാലും പിന്നീട് അതിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിന്റെ ഈ മദ്യപാനം ഉള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ പോയാലും അതിന്റെ പ്രസൻസ് ഉണ്ടാവുമല്ലോ, ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഇവർ പോയി കഴിഞ്ഞാൽ മദ്യപിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നമ്മൾ ഈ ഞായറാഴ്ച കൂട്ടായ്മയിലേക്ക് എല്ലാ ആഴ്ചയും വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് നമ്മളുടെ ഉള്ളിലുണ്ടല്ലോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നമ്മൾക്കൊരു മരുന്ന് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ മുടങ്ങാതെ അതിൽ പോന്നു. പിന്നെ പല ആളുകളും അതിൽ വരുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോണവരുണ്ട്, കുറച്ച് നാളുകൊണ്ട് അത് നിർത്തി പോകുന്നവരുണ്ട്. അപ്പൊ അവരുടെ ആ നിർത്തി പോണവരും നമ്മൾക്കൊരു പാഠമാണ്. പുതിയ ആള് വന്നതും നമുക്കൊരു മരുന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതെല്ലാം മറക്കുമല്ല. ഇപ്പൊ ഒരു 5 വർഷമായി, പഴയ കാര്യങ്ങൾ മറന്നുപോയി. അപ്പൊ ഒരു പുതിയൊരാള് വരുമ്പോ അയാളുടെ അവസ്ഥ, ആ ഫാമിലിയുടെ അവസ്ഥ, അത് ഞാൻ പിന്നെയും ആലോചിക്കും. ഇപ്പോഴേക്കും കുടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടത്. പക്ഷെ അത് നിയന്ത്രിച്ച് കഴിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ബോധം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് അത് നിന്ന് പോകുന്നത്. ഇപ്പൊ നമ്മളുടെ ഉള്ളിലും വിചാരിച്ചിരുന്നത് ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മള് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഇനി മദ്യപിക്കില്ല, കൂടി പൂർണ്ണമായും മാറും എന്നുള്ള ഒരു ബോധമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. മരുന്നിന് പോയ എല്ലാം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ആ മരുന്ന് കഴിക്കുമ്പോ നമ്മുടെ ഈ ഇറിറ്റേഷനും ഈ സാധനം ഉണ്ട്. ഉറക്കില്ലായ്മയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എണീക്കും എന്ന് പറഞ്ഞാൽ വെളുപ്പിന് എണീക്കുമ്പോ ഈ സാധനം വേണം. 2 മണിക്ക് ഈ ഇതിന്റെ എഫക്റ്റ് കഴിയുമല്ലോ. അപ്പൊ ഞാൻ എണീക്കുമ്പോ പിന്നെയും എൻ്റെ എപ്പോഴും ഉണ്ടാവും.
എനിക്ക് എപ്പോഴും സാധനം വേണം. ഒരു ദിവസം ഒരു ലിറ്റർ ആയിട്ടാണ് കയറി വരുന്നത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ല കോൺട്രാക്ട് വർക്കാണ്. അപ്പൊ എന്ന് കഴിഞ്ഞാല് നമ്മൾക്ക് അത് പണിക്കാരെ സൈറ്റിൽ ഏൽപ്പിച്ചിട്ട് 10 വീട്ടിലേക്ക് മണിക്ക് തുറന്നിട്ട് ഒരെണ്ണം മേടിച്ചിട്ട് വീട്ടിൽ വരും. അത് കഴിഞ്ഞിട്ട് പണിക്കാരെയും വിളിച്ച് പറയും, എടാ ഞാനും ഉണ്ട്, നിങ്ങ മേടിച്ചിട്ട് വന്നു, അതിനകത്തും പിരിവുണ്ടെന്ന് പറയും. അതും വീട്ടിൽ വന്ന് കഴിക്കും. പണിക്കാരും എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ടാണ് പിന്നെയും പോണത്. പിന്നെ ഭക്ഷണം കഴിക്കും. അത് എവിടെ കിടന്ന് ഉറങ്ങണേന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ആ റോട്ടിൽ ആ വീട്ടിൽ ഹോളിൽ തന്നെ കിടന്ന് കൈയും കഴുകൂല, ഒന്നും ഉണ്ടാവൂല, ആ രീതിയിലാണ് കിടക്കുന്നത്. പിന്നെ എണീക്കുമ്പോ ഇതാ വേണ്ടത്. അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ, ഉറക്കത്തിൽ രാത്രി എഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും മദ്യപിക്കാനുള്ള ആഗ്രഹമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചമ്മല് ഇന്നലെ എന്താ നടന്നത്. അപ്പൊ ഈ ഒരെണ്ണം കഴിക്കുമ്പോ നമുക്ക് ഇവളുടെയിലാണെങ്കിലും ആരെയിലാണെങ്കിലും നമുക്കൊരു ഇത് കിട്ടും. നമുക്കൊന്ന് അവരോട് സംസാരിച്ച് നിൽക്കാനോ, ഇത് സാധനം ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. ഒരെണ്ണം കഴിക്കുമ്പോൾ നമുക്ക് ധൈര്യം കിട്ടും. ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയുന്നുള്ള കുറ്റബോധം ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മറയ്ക്കാനുള്ള ഒരു മറയായിട്ട് അതപ്പോൾ ആദ്യം എവിടെയാണെങ്കിലും ഏതൊരു ഫംഗ്ഷന് പോയാലും, ഇപ്പൊ എൻ്റെ അമ്മിച്ച ആങ്ങളമാരുടെ വീട്ടിൽ പോയാലും കല്യാണം ആയാലും അവിടെ എന്താണ് തലേദിവസം എന്തൊക്കെ നടന്നിട്ടുണ്ട്, രാവിലെ എണീക്കുമ്പോൾ അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഒരെണ്ണം രാവിലെ എടുത്ത് പടച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഓക്കെ, അന്നത്തെ ദിവസം നമുക്ക് എല്ലാവരോടും പറഞ്ഞു നിൽക്കാനുള്ള ഒരു മരുന്ന് കിട്ടി. അതിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ അതിനെ കഴിച്ച് ഞാൻ മീൻ കച്ചവടം നടത്തിയിട്ടുണ്ട്. മരപ്പൊടി നിർത്തിയിട്ട് വീടിൻ്റെ വാതിക്കൽ രാവിലെ അടിക്കാൻ വേണ്ടി ഒരു 3-4 മാസം മീൻ കച്ചവടം നടത്തിയിട്ടുണ്ട്, സ്മോൾ അടിക്കാൻ വേണ്ടി മാത്രം. അതായത് നല്ല സ്കില്ലുള്ള ഒരു തൊഴിൽ ഉപേക്ഷിച്ച് മീൻ കച്ചവടം നടത്തുന്നത് വീടിന്റെ അടുത്ത് തന്നെ വീട്ടിൽ തന്നെ റോഡ് സൈഡാണ് എന്ന് പറയാം. മീൻ കച്ചവടം നടത്തിയാണ്. അപ്പൊ നമുക്ക് വേറൊരു ബാധ്യത ഇല്ല, വേറെ ഒന്നും നോക്കണ്ട. അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്ന് കാശ് എടുക്കുക, മേടിക്കാൻ കൊടുക്കുക, അതനുസരിച്ച് പിള്ളേരും ഉണ്ട്, വിളിച്ചു പറഞ്ഞ സാധനം വരും, അങ്ങനെയൊക്കെ. അപ്പൊ ഈ രാവിലെ ഒരെണ്ണം പിടച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങുക. ഇപ്പൊ ഒരു ആൾക്കാരാണെങ്കിൽ നിൽക്കുമ്പോ നമുക്ക് ഒരെണ്ണം കഴിക്കാതെ അവരോട് സംസാരിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥ വന്നു. എത്ര നാള് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു 2-3 വർഷം അതിന് ഇതായി. 2-3 വർഷം മുഴുകി ജീവിച്ചു, നല്ല ഇതായിട്ട് കഴിച്ചു. ആ സമയത്ത് ഇവരൊന്നും നമുക്ക് വേണ്ട, കൊച്ചുങ്ങളില്ല, ഭാര്യയില്ല, അവർ ആ ടൈമിന് മാത്രം. ഇവരോട് ദേഷ്യമാണ് നമുക്ക് ഈ സാധനം കിട്ടണം, എന്ത് ചെയ്താലും നമുക്ക് ഇത് വേണം. ഇപ്പൊ ഇവളുടെ വളപടയം വെച്ചാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കടമൊക്കെ മേടിച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ കൊണ്ട് പണയം വെച്ചിട്ടാണെങ്കിലും അത് പിന്നെ റിട്ടേൺ എടുത്തിട്ട് പിന്നെയും പുതുക്കി വെക്കും. അതിനകത്ത് 1 ലിറ്ററിന്റെ കാശ് എടുത്തിട്ടാണ് സാധനം മേടിക്കും. കടമെന്ന് കൊടുക്കത്തെ കടമാണ്, ഭയങ്കര കടം. എന്നാലും അതിനകത്ത് നമുക്ക് ഈ സാധനം മേടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ പറഞ്ഞു വന്നു, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായി, സാമൂഹികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെയായിരുന്നു? ആരോഗ്യ പ്രശ്നം എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഷുഗർ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഡെങ്കിപ്പനി വന്നു. അപ്പം നമ്മള് ഒരു അസുഖങ്ങൾ വരുമ്പോഴും നമ്മൾ ആദ്യം ആലോചിക്കുന്നത് എന്തായിരുന്നു, അത്രയും ദിവസം പോലും കുടിക്കില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. രഹസ്യം പറഞ്ഞത് വളരെ നേരത്തെ തന്നെ മദ്യപാനം തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഏത് പ്രായത്തിലായിരിക്കും, അതൊന്ന് പറയാമോ? ആ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ പഠിത്തം നിർത്തി. 7ാം ക്ലാസ് അത് കഴിഞ്ഞപ്പോൾ പഠിത്തം നിർത്തി. പിന്നെ ജോലിക്ക് ഇറങ്ങി പിന്നെ കൂട്ടുകാരായിട്ട് കാശായല്ല. അപ്പോൾ ഒരു 14-15 വയസ്സ് ആ റേഞ്ചുള്ളപ്പോൾ അത്യാവശ്യം കൂട്ടുകാരൊക്കെ ആയിട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 22ാം വയസ്സിൽ അത്യാവശ്യം കഴിക്കുമായിരുന്നുണ്ട്. 22ാം വയസ്സിൽ ഗൾഫിൽ പോയി, മസ്കറ്റിൽ പോയി. അവിടെ വെച്ചാണ് കൂടുതൽ കുറച്ച് കഴിക്കാൻ തുടങ്ങിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയ മദ്യപാനം വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമുക്ക് കഴിക്കാൻ വേണ്ടി ശമ്പളമല്ലാതെ തന്നെ ഈ നമുക്ക് എന്തെങ്കിലും സൈഡിൽ കൂടി കഴിക്കണമെന്നുള്ളൊരു ചിന്തപ്പാട് കഴിക്കാൻ വേണ്ടി ഓരോ കേസ് എടുത്ത് വെക്കും, നമ്മുടെ ക്യാമ്പിൽ തന്നെ കൊടുക്കും. അപ്പം അതിന് വേണ്ടി ഓരോന്ന് ഇത് അരയിലൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പോലീസ് പിടിക്കുമല്ലാന്ന് വിചാരിച്ച് 2 അടിക്കുമ്പോൾ നമുക്ക് ധൈര്യം കിട്ടും. അപ്പം അങ്ങനെ കുറച്ച് മദ്യത്തിനെ നമുക്ക് കെയർ ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബലത്തിന് വേണ്ടി മദ്യത്തിനെ നമുക്കൊന്ന് ധൈര്യമാക്കാൻ വേണ്ടി 2 വെച്ച് കഴിക്കും. എന്നിട്ടാണ് നമ്മൾ ഈ വിൽക്കലും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അവിടെ നിന്നാണ് കൂടുതൽ ഞാൻ മദ്യത്തിന് കുറച്ച് മുൻഗണന കൊടുത്ത് മദ്യത്തിലേക്ക് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞു.
കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിൽ പോയിട്ടില്ല. ഗൾഫിലേക്ക് പോയിട്ടില്ല. അപ്പോൾ കാശും ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് അത്യാവശ്യം സാമ്പത്തികവും ഉണ്ടായിരുന്നു. അതെല്ലാം ഇവിടെ വന്ന് പിന്നെ ഇത് തന്നെ മദ്യപാനം തന്നെ കൂടുതലും ഉണ്ടാക്കിയതെല്ലാം അവിടെ മുഴുവനും മദ്യത്തിലും പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരും, അങ്ങനെ പോകും. ആസിം പറഞ്ഞപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, വളരെ അപകടം പിടിച്ച ജോലികൾ ചെയ്യാനും തയ്യാറായി ഇതിനു വേണ്ടി മാത്രം. നാട്ടിൽ കാത്തിരിക്കുന്ന ഫാമിലിയെ മുഴുവൻ മറന്നുകൊണ്ട്, ബാക്കിയുള്ള എല്ലാവരെയും മറന്നുകൊണ്ട് അപകടം പിടിച്ച ജീവിത രീതിയിലേക്ക് നടന്നു. അത് ചെറുപ്പകാലം ഒരു 22-23 ചോരത്തലപ്പിൻ്റെ. ഇപ്പോഴത്തെ കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. അഗസ്റ്റിൻ്റെ കാലത്ത് നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ ആ ചോരത്തിളപ്പിൽ നമ്മൾ എല്ലാ പിള്ളേരും കാട്ടുന്ന പോലെ ഞാനും കാട്ടി. ഇപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതല്ലെന്നാണ് എനിക്കും മനസ്സിലായത്. അതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ 0 ആവുള്ളൂ. ആദ്യം പണം ഉണ്ടാവും, അത് കഴിഞ്ഞ് നമ്മൾ അഡിക്റ്റായി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് പിന്നെ ലഹരിനെ ഇത് ചെയ്ത് പോയാൽ ലഹരിയുടെ അഡിക്റ്റ് ആവുള്ളൂ. അല്ലാതെ അതിനകത്തുനിന്ന് മുന്നോട്ട് പൊങ്ങി വരാൻ ചാൻസ് ഇല്ല. അതിൽ നിന്ന് ഒരിക്കലും ലാഭം ഉണ്ടാവില്ല, ഉയർച്ച ഉണ്ടാവില്ല, നഷ്ടം മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ അഗസ്റ്റിൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞത് അഗസ്റ്റിന് 28 വയസ്സ്. അപ്പോൾ നിത്യയുടെ പ്രായം 23 വയസ്സ്. അപ്പോൾ 23 വയസ്സുള്ള ഒരു യുവതി വന്നു കയറുന്ന ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണത് അനുഭവിച്ചത്? ആദ്യം അധികം മദ്യപാനം ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല, ഡെയിലി ഉണ്ടായിരുന്നില്ല. ശനി ഞായർ കൂട്ടുകാരെ കൂടെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിന്നെ കൂടിക്കഴിഞ്ഞപ്പോ അപ്പൊ എന്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും മദ്യപിക്കാത്ത ഒരു ഫാമിലി. ഞങ്ങൾ 3 പെൺമക്കളാണ്. അപ്പച്ചനെ മദ്യം കഴിക്കാൻ വല്ലപ്പോഴും അങ്ങനെയുള്ളൂ, കഴിക്കാത്ത ഇത് തന്നെയാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മദ്യപാനം ഇങ്ങനത്തെ ഒരു രീതിയിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ആദ്യമൊക്കെ ഞാനും മറ്റുള്ളവരെ പോലെ ഉപദേശിക്കുമായിരുന്നു. പിന്നെ പിന്നെ അതുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ പിന്നെയും ചേട്ടൻ കുറച്ചെങ്കിലും കേൾക്കും. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ പിറ്റേ ദിവസം കുടിച്ചിട്ട് പിന്നെ പറയണത് നീ പറഞ്ഞത് കാരണമാണ് ഞാൻ ഇത്രയും കൂടുതൽ കുടിച്ചത് പറയും. അപ്പൊ അമ്മച്ചി മരിച്ചു പോയതാണ്. അപ്പൊ അമ്മേനെയൊക്കെ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മരിച്ചുപോയ അമ്മേനെ പിടിച്ച് സത്യം ചെയ്യാന്നുണ്ടെങ്കിൽ അത് സത്യം തന്നെ ആയിരിക്കും എന്നാണ്. പക്ഷെ അതിനേലും ഡബിളായിട്ടായിരിക്കും പിന്നെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ പിന്നെ നമ്മൾ തന്നെ ഇത് എന്തൊക്കെ ചെയ്താലും ഇങ്ങനെയൊക്കെ ആണെന്നുള്ള ഒരു ഇത് നമ്മൾക്കുണ്ട്. കുടിക്കില്ല എന്ന് പറഞ്ഞാലും കുടിച്ചിട്ടേ വരുള്ളൂ എന്നുള്ള ഒരു ഇത് നമ്മളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവര് ഉപദേശിക്കും ചേട്ടൻ്റെ അടുത്ത്, അതായത് വീട്ടുകാര്. അങ്ങനെ അവരുടെ ഇതിൽ കൂടെ ആണ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ആ ടൈമിലൊന്നും അത്ര അധികം ഇല്ല, ശനി ഞായർ അങ്ങനെയൊക്കെയുള്ളു. പിന്നെ ഡെയിലി കുടിക്കാൻ തുടങ്ങിയപ്പോഴാണെങ്കിലും കുറേശ്ശെ അത് കഴിഞ്ഞ് പിന്നെ നാട്ടില് പ്രശ്നങ്ങളാകും. കുറച്ച് ഇവരുടെ ഒരു ഗ്യാങ് ഒക്കെ ഉണ്ട് അവിടെ. അതെല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ, ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടുന്ന് ഒച്ച കേൾക്കാം, വഴക്കിടുന്നതിന്റെ ഒച്ചയൊക്കെ കേട്ട് കഴിഞ്ഞാല് പിന്നെ നമുക്കറിയാം അവിടെ എന്തെങ്കിലും പ്രശ്നമാണെന്നുള്ളത്. അങ്ങനെ നാട്ടിലും വീട്ടിലും ഒക്കെ പ്രശ്നങ്ങളായി. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മീൻ കച്ചവടം അതൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കൺട്രോൾ ഇല്ല എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കില്ല, മദ്യം മാത്രം മതി എന്നുള്ള ആ ഒരു ലെവലെത്തി. അതിൽ നിന്ന് പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരെ പിന്നെ നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി എങ്ങനെയാണെന്ന് അറിയില്ല, എന്ത് ചെയ്യണം. ഇത് കഴിക്കാതെ ഒരു ദിവസം കടക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ നമുക്ക് മേളിൽ ആരോ കയറുന്നുണ്ട്, ഇങ്ങനെയുള്ള ചിന്തപ്പാട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ടർച്ചിന്റെ മേളിൽ അനക്കമുണ്ട്, അങ്ങനെയുള്ള ചിന്തപ്പാടുകൾ വരാൻ തുടങ്ങി. മാനസികമായിട്ടുള്ള നില തെറ്റുന്നതായിട്ട് അനുഭവപ്പെട്ടു. ഭയങ്കര പേടി മനസ്സിലായി. അന്ന് നല്ലത് ധൈര്യമുള്ള ഇതാണ്, എല്ലാ കാര്യത്തിനും നമ്മ ഇറങ്ങി എല്ലാം ചെയ്യുന്ന ആളാണ് നമ്മ എന്താണെങ്കിലും. അപ്പൊ ഈ സാധനം ഇല്ലാതെ ധൈര്യക്കുറവ് തന്നെ. ഈ സാധനം കഴിച്ച ധൈര്യവും പിന്നെ അല്ലെങ്കിൽ ഭയങ്കര പേടിയാണ് രാത്രി ഉറക്കം. മോനാണെങ്കിലും അപ്പൊ മൂത്താള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്.
ചേട്ടൻ വന്നു കഴിഞ്ഞാല് ഒതുങ്ങി തന്നെ നിന്നോളും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടിച്ച് പിള്ളേരുടെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര അവൻ ഓർമ്മയുണ്ട്. പക്ഷെ മോള് 2 വയസ്സുള്ളപ്പോൾ ചേട്ടൻ നിർത്തി. പക്ഷെ അവനെപ്പോഴും ഓർമ്മയുണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചേട്ടൻ്റെ. അത് കുറെ സഫർ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഇപ്പോഴും ചേട്ടൻ ആ ഒരു ലെവലിലാ പോയെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് പിള്ളേരുടെ അപ്പൊ എനിക്ക് വീട്ടില് വഴക്കിട്ട് പോയി നിൽക്കാൻ എൻ്റെ വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ പോയെന്നാലും പിള്ളേരെ ഓർത്തിട്ട് ആണ് ചേട്ടൻ്റെ കൂടെ നിന്ന് ഇത്രയും ഇങ്ങനെയായി വന്നത്. നിത്യ പറഞ്ഞത് കുട്ടികളിലുണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് വളരെ ഭീകരമാണ്. ഭയങ്കര ഭീകരമാണത്. അത് അവരുടെ മനസ്സിൽ ആ ചെറുപ്പത്തിലെ തന്നെ അത് പതിച്ചു പോയി കഴിഞ്ഞാല് ഇപ്പൊ നമ്മളുടെ കുട്ടികളോട് മറ്റുള്ള കുട്ടികൾക്കാണെങ്കിലും കൂട്ടുകൂടാനിട്ട് ഒരു ഇഷ്ടക്കേട് വരും.